അപ്പൊ ഞാൻ രഞ്ജിനിയോട് ഒരു ചോദ്യം ചോദിക്കാം. കോഴിയിടുന്ന മുട്ടയുടെ കളറ് വെള്ള, ഓക്കെ? അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ നാടൻ കോഴിയാണെങ്കിൽ ഒരു ചെറിയ കളർ ചേഞ്ച്. എന്നാൽ വവ്വാലിടുന്ന മുട്ടയുടെ കളർ എന്താണ്? വളരെ ഈസിയാണ്. വെള്ള തന്നെയായിരിക്കും. വെള്ള തന്നെ ഉറപ്പിക്കട്ടെ? ഞാൻ പറഞ്ഞ കേരളത്തിലെ വവ്വാലിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിലുള്ള വവ്വാലിടുന്ന മുട്ടയുടെ കളർ എന്താണ്? കോഴിയുടെ മുട്ട വെള്ളയുണ്ട്, പിന്നെ ഒരു ചെറിയ മറ്റേ ചില നാടൻ മുട്ടയാണെന്ന് പറയാൻ വേണ്ടി തേയില വെള്ളത്തിൽ ഇട്ടിട്ട് വയ്ക്കും. അപ്പോൾ അതിനൊരു ചെറിയ ബ്രൗണിഷ് കളർ വരും. എന്നാൽ ഈ വവ്വാലിടുന്ന മുട്ടയുടെ കളർ ഏതാണ്? വെള്ളയാണോ? ഉറപ്പിക്കാമോ? വെള്ള. കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും ബുദ്ധി രഞ്ജിനി കൊണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ബുദ്ധി ഇങ്ങനെ ടൺ എന്ന് പറഞ്ഞു വന്നത്. ശരിയാണല്ലോ, മുട്ടയിടൂല. കൊറേ നേരമായിട്ടിരുന്ന് പറയാ വെള്ളമുട്ട വെള്ളമുട്ട ഓരിടുന്ന വെള്ളമുട്ട. നാഷണൽ ടെലിവിഷനിൽ വെറും മന്ദബുദ്ധിയായാലും. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം ഇതാ. ഈ സിനിമയിൽ തെറ്റായ വാർത്ത കൊടുത്ത് ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കുന്ന ഒരു പത്രമുണ്ട്. ആ പത്രത്തിന്റെ പേരെന്താണ്? എ മലയാള ഭൂമി, ബി മലയാള പത്രം, സി മലയാള ഭൂമിക. ഓപ്ഷൻസ് ഒന്നോട്ട് പറയൂ സർ. മലയാള ഭൂമി, മലയാള പത്രം, മലയാള ഭൂമിക. രഞ്ജിനി ചേച്ചി, ഓപ്ഷൻ എ ആണോ മലയാള ഭൂമി? രഞ്ജിക്ക് തോന്നുന്നുണ്ടോ മലയാള ഭൂമിയാണെന്ന്? മലയാള ഭൂമി എന്നൊരു തോന്നൽ. ചേച്ചിക്ക് തോന്നുന്നത് എന്താ? എനിക്കും അങ്ങനെയാ. കാരണം പത്രം എന്നും പറഞ്ഞോണ്ട് ഒരു ടാബ്ലോയിഡിന് പത്രം എന്ന് പറഞ്ഞ ഒരു അവസാനം വരുന്നത് കുറവാണ്. അതെ, സിനിമകളിലാണെങ്കിൽ അങ്ങനെ കണ്ടിരിക്കുന്നത്. മലയാള ഭൂമി, ഭൂമിക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു മലയാള ഭൂമിയാണെന്നാണ് എന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലാണ് പ്രിൻസി പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കും തോന്നുന്നു. അപ്പോ എടുത്തിട്ട് പൂട്ടാം. മലയാള ഭൂമി ഓപ്ഷൻ എ എടുത്തിട്ട് വരിഞ്ചിട്ട് പൂട്ടിയിരിക്കുകയാണ്. പക്ഷെ ഉത്തരം പറഞ്ഞു തന്ന ആരാണെന്ന് മനസ്സിലായല്ലോ. അതെ, വവ്വാലിന് മുട്ടയിടുന്ന. വവ്വാലിന്റെ മുട്ട കഴിക്കുന്ന ആളാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുകയും ചെയ്തു. ഇപ്പൊ ഈ ഇത്രയും നന്നായിട്ട് പാടുന്ന ഇനി ആ മുട്ട കൊണ്ടാണോ? കാരണം ഡെയിലി ആ മുട്ട കഴിച്ചിട്ടേ. അപ്പൊ മലയാള ഭൂമിയാണ് മൂന്നാമത്തെ ചോദ്യത്തിന് റെയിൻസി പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. മാത്രമല്ല രഞ്ജിനി, ഇന്ന് വേറൊരു ഭാഗ്യമുള്ള റിൻസിക്ക് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് 20,000 രൂപ വരെ കളിക്കാം. പിന്നെ ചേച്ചിക്ക് പുണ്യം. പുണ്യമൊന്നും വേണ്ട, വവ്വാലിന്റെ മുട്ട ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്. ഒരു ദിവസം 4 മുട്ട വെച്ച് കഴിക്കാം. അതെ.